ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലും ഏറെ ദൈവകൃപയോടെ ദൈവവചന കേൾവിക്കായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം ദാനിയേൽ പ്രവചനം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. അന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. വിശക്കുന്ന ജനതയുടെ ഇടയിൽ നടക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും കാണുന്ന ഈ സംഭവം വ്യത്യസ്തതകളോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹെരോദാവ് അന്തിപ്പാസ് എന്ന രാജാവ് AD 26 അന്നത്തെ റോമ ചക്രവർത്തിയായിരുന്ന തിബരിയാസിനോടുള്ള ബഹുമാനാർത്ഥം പണി കഴിപ്പിച്ച പട്ടണമാണ് തിബരിയാസ്. അതിനുശേഷം ഗലീല കടലിനും തിബരിയാസ് എന്ന പേര് നൽകുകയുണ്ടായി. ഈ സ്ഥലത്തിന് അടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മനുഷ്യൻ്റെ പരിമിതമായ ദാനങ്ങളെയും കഴിവുകളെയും യേശു കർത്താവ് സന്തോഷത്തോടെ സ്വീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന ഉറപ്പാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന് പ്രേരകമായത് ഒരു ബാലനാണ്. ആ ബാലൻ്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അനന്തമായ സാധ്യതകൾ ഉള്ള ബാലൻ. 5000, 4000 പേർ എന്നൊക്കെയാണ് ഇവിടുത്തെ ജനസാന്ദ്രതയെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവയിലധികം ജനം അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കൂട്ടത്തിനിടയിൽ നിന്നാണ് യേശു കർത്താവിൻ്റെ ശിഷ്യനായ അന്ത്രയാസ് ഈ ബാലകനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് നമുക്കതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവനിലെ സാധ്യതകൾ കണ്ടെത്തുന്നു. യവത്തപ്പം അഥവാ ബാർലി എന്ന് വിശുദ്ധ യോഹന്നാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം അന്നത്തെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ദരിദ്രരുടെ ആഹാരമായിരുന്നു യവം അഥവാ ബാർലി. എന്നാൽ അന്നത്തെ ധനികരുടെ ആഹാരമായിരുന്നു ഗോതമ്പ്. ഈ ബാലൻ അവനിൽ ഉണ്ടായിരുന്നത് എത്ര ചെറുതെങ്കിലും, അതായത് എണ്ണത്തിൽ കുറവും ദരിദ്രരുടെ ആഹാരവും ആയിരുന്നിട്ടും അത് പങ്കിടുവാൻ തയ്യാറാകുന്നു. മനുഷ്യൻ്റെ പരിമിതമായ സാധ്യതകളും കഴിവുകളും വർദ്ധിപ്പിക്കുന്നത് തമ്പുരാനാണ്. അതിനാൽ സത്യസന്ധതയോടെ കനിവാർന്ന ഹൃദയത്തോടെ സഹജീവികളെയും കരുതുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, അനുഗ്രഹങ്ങളുടെ സമൃദ്ധിക്ക് സാക്ഷ്യം വഹിച്ച ബാലൻ. എത്ര നിസ്സാരമായ ആഹാരമാണെങ്കിലും നിരസിക്കാതെ അത് സ്വീകരിക്കുന്ന കർത്താവ്. അപ്പമെടുത്തു വാഴ്ത്തി പങ്കിട്ട് കൊടുക്കുന്നു. മീനും അങ്ങനെ തന്നെ ചെയ്തു. മാത്രമല്ല, ഏവരും തിന്നു തൃപ്തരായ ശേഷം ശേഷിച്ചത് ശേഖരിക്കുകയും ചെയ്യുന്നു. നഷ്ടമാകാതെ ശേഖരിക്കുവാനുള്ള മുന്നറിയിപ്പും ഇവിടെ ലഭിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സമൃദ്ധമായി നൽകുന്ന ക്രിസ്തു. അങ്ങനെ ക്രിസ്തു നമുക്കായി സമൃദ്ധിയായി നൽകുമ്പോൾ അവയിലൊന്നുപോലും നഷ്ടമാക്കരുതെന്നുള്ള മുന്നറിയിപ്പും ലഭിക്കുന്നു. അവയോടുള്ള ബഹുമാനാർത്ഥം ശേഷിച്ചവ ശേഖരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുവാൻ ആ ചെറിയ ബാലകന് സാധിക്കുന്നു. ആ ബാലനെ നാം പിന്നീടെങ്ങും കാണുന്നില്ല. അവനും ലഭിച്ച അംഗീകാരം വളരെ വലുതായിരുന്നു. തീർച്ചയായും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത വൃത്തി അവൻ തുടർന്ന് കാണുമെന്ന് ഞാൻ കരുതുന്നു. ചെറിയ ബാലൻ, ചെറിയ വസ്തുക്കൾ, ചെറിയ സാധ്യതകൾ, ഇവയെല്ലാം ക്രിസ്തുവിന് വലുതു തന്നെയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 264 ദിവസങ്ങളായി ക്രിസ്തുവിന് വേണ്ടി അല്പസമയം വേർതിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തമ്പുരാൻ വലിയ വില നൽകുന്നുണ്ട്. അതിനാൽ ആത്മാർത്ഥതയോടെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തമായ സാധ്യതയുടെ തമ്പുരാനെ, ഞങ്ങളിലെ ചെറിയവയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.